ഓർമ്മ വച്ച കാലം മുതൽ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ. ഇന്ത്യ എന്ന രാജ്യത്ത് നിന്ന് അടർത്തി മാറി വേർതിരിഞ്ഞു പോയതിന് ശേഷം അവർ ഇന്ത്യയിൽ കയറി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പഴയതുപോലല്ല, ഇങ്ങോട്ടടിച്ചാൽ ഉറപ്പായിട്ടും തിരിച്ചങ്ങോട്ടടിക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ പുതിയ നയം. അതിപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയോട് പാകിസ്ഥാൻ ഒരു പൂർണ്ണ യുദ്ധത്തിന് വന്നാൽ അത്ര വിശ്വസ്തരൊന്നും അല്ലെങ്കിൽ പോലും അമേരിക്ക ഉറപ്പായിട്ടും ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപിൻ്റെ സമയത്ത് ഇന്ത്യക്കൊപ്പം തന്നെ അവർ നിൽക്കുന്ന ഒരു സംശയം വേണ്ട. പക്ഷേ ഇന്ത്യക്കൊപ്പം US നിന്നാൽ ഉറപ്പായിട്ടും ചൈന പാകിസ്ഥാനെ സഹായിക്കാൻ ചെല്ലും. ചൈനയോടൊപ്പം തന്നെ തുർക്കി അവരും ഈ പറയുന്ന പാകിസ്ഥാനെ സഹായിക്കാൻ ചെല്ലും. ഇറാൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാനോടൊപ്പം തന്നെയാണ് അവരെന്നും നിലകൊണ്ടിട്ടുള്ളത്. ഇനിയും അത് തന്നെയായിരിക്കും മുന്നോട്ടും. ഇപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി പൂർണ്ണമായിട്ടും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തിരിഞ്ഞു എന്ന് കൂട്ടുക. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ 3-4 രാജ്യങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കൊപ്പം വരാൻ പോകുന്ന രാജ്യങ്ങൾ ഉറപ്പുള്ളത് റഷ്യ 100% അവർ നമ്മളോടൊപ്പം തന്നെ നിൽക്കും. അതാണ് മുൻ അനുഭവങ്ങൾ. പിന്നെയുള്ളത് ഇസ്രായേൽ 100% ഉറപ്പാണ് അവർ ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കും. ജപ്പാൻ, ഫ്രാൻസ് ഇവരൊക്കെ ഇന്ത്യക്കൊപ്പം നിൽക്കും. ആയുധങ്ങളാണെങ്കിലും ഭക്ഷണമാണെങ്കിലും മരുന്നുകളാണെങ്കിലും ഇവരൊക്കെയും ഇന്ത്യക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കും എന്നുള്ള യാതൊരു സംശയം വേണ്ട. അങ്ങനെ വന്നാൽ അതൊരു വലിയ യുദ്ധമായി മാറും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. ഇനിയിപ്പോൾ ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ കട്ടയ്ക്ക് ഇറങ്ങിയെന്ന് വെച്ചോ, അപ്പം തന്നെ ഇന്ത്യയുടെ വക മറുപണി ചൈനയ്ക്ക് കിട്ടും. അതോടുകൂടി ചൈന ഉറപ്പായിട്ട് കളം വിടും. വേറൊന്നുമല്ല, ചൈനയുടെ ഓയിൽ എക്സ്പോർട്ട് കംപ്ലീറ്റ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ സൈഡിൽ കൂടെയുള്ള കപ്പൽ പാതയിലൂടെയാണ്. അത് ഇന്ത്യ ബ്ലോക്ക് ചെയ്താൽ കനത്ത നഷ്ടം, നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം നഷ്ടം ചൈനയ്ക്ക് വരും. അതോടുകൂടി ചൈനയ്ക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ഈ കളി ഇവിടെ കൊണ്ട് തീരട്ടെ എന്ന് മാത്രമേ നമുക്കെല്ലാം ആഗ്രഹിക്കാൻ പറ്റൂ.